every sorrow shall be turned into joy. Jesus is coming to heal your broken heart. My precious friend, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, it's so wonderful to bring God's word and His mighty blessings upon you through prayer. ദൈവത്തിന്റെ വചനവും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നത് അത്ഭുതകരമായൊരു സംഗതിയാണ്. Man looks at the face, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, but God is looking into your heart. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. He knows your burden. നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ ദൈവത്തിനറിയാം. Jesus says, my child, ask whatever you want in my name. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ മകനെ, എന്ത് വേണമെങ്കിലും എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കാം, I will do it. ഞാനത് ചെയ്തു തരും. You know, the Bible says in Philippians 4:19, നിങ്ങൾക്കറിയാമോ, ഫിലിപ്പിയർ 4:19 വേദപുസ്തകം പറയുന്നു, my God shall supply all your needs according to His riches in glory. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. The Lord Jesus has the power to multiply every rupee that you have, every particle of rice that you have, every oil that you have, and He has the power to supply or meet all your needs. നിങ്ങളുടെ പക്കലുള്ള ഓരോ അരിമണിയും ഓരോ രൂപയും ഓരോ തുള്ളി എണ്ണയും വർദ്ധിപ്പിച്ച് പെരുക്കുന്നതിനുള്ള ശക്തി കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. അവിടുന്ന് നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റും. He will do it. ദൈവം അത് ചെയ്യും. That's why He says, give yourself to me, my son, my daughter, and I will bless you and multiply. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങളെ തന്നെ പൂർണ്ണമായി എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവിൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമെന്ന്. God wants to multiply whatever you have. നിങ്ങളുടെ പക്കൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. So it's best that you give Him what you have so that He'll multiply it and give it back to you. ആകയാൽ നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾ ദൈവത്തിന് നൽകുകയാണെങ്കിൽ ദൈവം അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് തിരികെ നൽകും. മദ്യം നാടിനും വീടിനും ജീവനും ആപത്ത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ. മദ്യപിച്ചു വന്നാൽ കുടുംബത്തിൽ സമാധാനം തരില്ല. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ. എൻ്റെ മദ്യപാനത്തിൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. ഭാര്യയെയും മക്കളെയും പീഡിപ്പിക്കുന്ന ഗൃഹനാഥൻ. കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയൊക്കെ തല്ലി അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഓടിക്കും. മദ്യപാനം നിമിത്തം ഇന്ന് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഹോദരൻ സണ്ണിക്ക് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിച്ചു. എങ്ങനെ? തുടർന്ന് കാണുക. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സണ്ണി. ഞാൻ താമസിക്കുന്നത് തൊപ്പമ്പടി സ്വന്തം കോളനിയിലാണ്. എൻ്റെ മദ്യപാനം പൂർണ്ണമായും വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പത്തി തോറ്റപ്പോൾ തുടങ്ങി കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓട്ടോറിക്ഷ മെക്കാനിക്ക് കഴിഞ്ഞ് വരുമ്പോൾ മുട്ടം കുടിയാനായിട്ടാണ് വരുന്നത്. കുടുംബത്തിലൊരു സമാധാനം ഇല്ലാതെയായി. ഞാൻ വർക്ക്ഷോപ്പിലായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് പൈസ എനിക്ക് കിട്ടുമായിരുന്നു. ആ പൈസ കിട്ടിയ സമയത്ത് അറിവില്ലാത്തതുകൊണ്ടും മനഃപൂർവ്വമായിരിക്കാം ഒരുപക്ഷെ മദ്യപാനത്തിന് ഭയങ്കര മദ്യപാനമായിരുന്നു. എൻ്റെ ഭർത്താവ് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ കുടുംബത്ത് പെരക്കകത്തേക്ക് കയറില്ല. തോടുണ്ട് അടുത്ത്, തോട്ടിലേക്ക് വീണ് നീന്തി പോകും. പിടിച്ചാലൊന്നും കിട്ടില്ല. 10-15 പേരൊന്നും പിടിച്ചാലൊന്നും കിട്ടുന്നില്ല. കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും വളരെയധികം മ്ലേച്ഛ പ്രവൃത്തികളും ചെയ്ത് വീട്ടിലും നാട്ടുകാർക്കും ഭാര്യയ്ക്കും മക്കൾക്കും വരെ ദ്രോഹമായിരുന്നു. നാട്ടുകാരുടെ തല്ലും ഇടിയും കൊണ്ട് അവിടെ ഇവിടെ കിടക്കണ കാണുമ്പോൾ ഒട്ടും സഹിക്കാൻ പാടില്ല എനിക്ക്. ഒരു ദിവസം 2000 രൂപക്ക് താൻ കള്ളും കുടിച്ച് മറ്റുള്ളവർക്കും കള്ളും വാങ്ങിച്ച് വെളുപ്പിനെ 5 മണിയാകുമ്പോൾ തന്നെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് പലരുടെയും കയ്യിൽ നിന്നും എനിക്ക് സാക്ഷ്യം കിട്ടിയിട്ടുണ്ട്. മദ്യപാനത്തിന് അടിമയായിക്കുന്ന ഞാൻ പൂർണ്ണമായിട്ടും തകർന്നൊരു വക്കിലേക്ക് എത്തിയ സമയത്ത് ഭാര്യയായിട്ടും മക്കളായിട്ടും എപ്പോഴും വഴക്കായിരിക്കും രാത്രി. കാര്യം എനിക്കാണെങ്കിൽ മദ്യം മേടിച്ചു കഴിഞ്ഞാൽ യാതൊരു ഓർമ്മയില്ല. മദ്യപിച്ച് വന്നാൽ കുടുംബത്തിൽ സമാധാനം തരില്ല. മക്കളൊക്കെ രണ്ടുപേരും ഒളിച്ചിരിക്കും. അത്രക്കും കുടുംബത്തിൽ ബഹളമാണ് ഉണ്ടാക്കുന്നത്. കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയൊക്കെ തല്ലി അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഓടിക്കും. കുടിച്ച്
കുടിക്കാൻ പൈസ കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ച് കുടിക്കും. അവസാനം ഭാര്യയും മക്കളെയും തല്ലി അവർ വഴക്കിട്ട് പോയി സമയത്ത് ഒറ്റക്കായി പോകുന്ന തോന്നലുകൊണ്ട് വിഷം കഴിച്ച് ഞാൻ ഹോസ്പിറ്റലായി അഡ്മിറ്റായി. ഐസിയുലായി. എന്നിട്ടും അവിടുന്ന് ജീവൻ രക്ഷപ്പെട്ടു. വീട്ടിൽ വന്നിട്ടും മദ്യപാനം തന്നെയായിരുന്നു. അതിനുശേഷം പാലത്തിൽ നിന്ന് എടുത്ത് ചാടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പോലീസ് വന്ന് എന്നെ പിടിച്ച് കൊണ്ടുപോയത് കൊണ്ടാണ് അന്ന് മരിക്കാതെ ഞാൻ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ലോഡ്ജിൽ മുറിയെടുത്തിട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ പാസ്റ്റർ കടന്നു വരികയും ഈ ജീസസ് കോഴ്സിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഈ ദൈവത്തിൻ്റെ ഈ ഭാഗ്യം ലഭിച്ചത്. ഞാൻ സണ്ണി ബ്രദറിനോട് പറഞ്ഞു, സണ്ണി ബ്രദറെ ജീസസ് കോഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അവിടെ ചെല്ലാം. അപ്പോൾ സണ്ണി ബ്രദർ ചോദിച്ചാൽ എന്താണ് അവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നല്ല ദൈവവചനമാണ്, നല്ല മീറ്റിംഗ്, നല്ല വർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ജീസസ് കോഴ്സിൻ്റെ മീറ്റിങ്ങിൽ ദൈവവചനം സംസാരിച്ചപ്പോൾ വചനം വളരെ ശക്തമായിട്ട് സണ്ണി ബ്രദറിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ഇപ്പം അവൻ നന്നായി, ഞങ്ങൾക്ക് സമാധാനമുണ്ട്, കുടുംബത്തിൽ സന്തോഷമായിട്ടിരിക്കണേ. ഞങ്ങൾ കള്ളുകുടി നിർത്തി, പുകവലി നിർത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം പറഞ്ഞാൽ പുള്ളി കള്ളുകുടി നിർത്തി. പക്ഷേ 24 ചെയിൻ സ്മോക്കിങ് 24 മണിക്കൂർ സിഗരറ്റ് വലിക്കും. ഒരു ദിവസം 150 രൂപയുടെ സിഗരറ്റ് പുള്ളിയുടെ പോക്കറ്റിലുണ്ടാവും. 150 രൂപ to 200 രൂപയുടെ സിഗരറ്റ് ഉണ്ടാവും. 1 മിനിറ്റ് കൊണ്ടാണ് പ്രാർത്ഥിച്ച് 1 മിനിറ്റ് കൊണ്ടാണ് ഈ സിഗരറ്റ് വലി നിന്നുപോയി. എൻ്റെ മദ്യപാനത്തിൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഉണ്ടായത്. യേശുവിനെ തിരിച്ചറിയുകയും യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് പൂർണ്ണമായ വലിയ വിടുതലും അതിനുള്ള മനസ്സാന്തരം ദൈവം എനിക്ക് നൽകി. ഇപ്പോൾ ദൈവമായി കൂടുതൽ അടുത്തേക്കണമെന്ന കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും മക്കളെല്ലാവരും സന്തോഷത്തിലും കുടുംബം ആകെ സന്തോഷത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുഖാന്തരം അനേകം മക്കൾ ഈ ലോകത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ജീസസ് കോഴ്സ് വഴി അനേകം ദൈവമക്കളെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനും ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് 100 നന്ദി പറയുന്നു. ജീസസ് കോഴ്സിൻ്റെ പ്രോഗ്രാം ഞങ്ങളുടെ ചർച്ചിലും ഞങ്ങളുടെ ദേശത്തും വന്നതിന് ദൈവത്തിന് മഹത്വവും മാനവും സ്തുതിയും കൊടുക്കുകയാണ്. ഇപ്പോഴുള്ള ജോലിയെടുക്കുന്ന കാശ് മുഴുവൻ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ കുടുംബത്തിൽ കൊണ്ടു കൊടുക്കുവാനും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുവാനും എനിക്ക് കഴിയുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണ സന്തോഷമായി സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു കാലത്തും യേശുവിനെ അല്ലാതെ വേറൊരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. കൊച്ചിൻ ജീസസ് കോഴ്സിൻ്റെ പരിപാടി പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ഹോൾഡി നഗറും കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം കാത്തിരിക്കുന്നു. ആയതുകൊണ്ട് ഇന്നു തന്നെ നിങ്ങളുടെ സമീപത്തുള്ള യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരങ്ങൾ സന്ദർശിക്കുവിൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുതുവിൻ. ഞങ്ങളുടെ വിലാസം: യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, 72 രാജാജി സാലെ, ചെന്നൈ 600001. മനം തകർന്നവർക്ക് ആശ്വാസം പകരുവാൻ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം പ്രവർത്തിക്കുന്നു. ജീവിതത്തിലെ രോഗങ്ങളും പ്രശ്നങ്ങളും നിമിത്തം നിങ്ങൾ കഷ്ടപ്പെടുകയാണോ? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശുനാഥനിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാം. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വ്യക്തിപരമായി കൗൺസിലിംഗ് നൽകുവാനും പ്രാർത്ഥനാ പടയാളികൾ ഇവിടെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കുക. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, ഹൗസ് നമ്പർ 35/1872, സൗത്ത് ജനതാ റോഡ്, പാലാരിവട്ടം, കൊച്ചി 682025. My precious friend, what a great God we have. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. The Bible says in Proverbs that poverty is the ruin of the poor. ദാരിദ്ര്യമാണ് പാവപ്പെട്ടവരുടെ നാശമെന്ന് വേദപുസ്തകം സദൃശ്യവാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. That's why Jesus came to taste the power, the destructive power of debt, borrowing and poverty. അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെയും കടഭാരത്തിന്റെയും വായ്പ വാങ്ങുന്നതിന്റെയും നശീകരണ ശക്തിയെ രുചിച്ചറിയുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. When Jesus was born, he had no place to be born. യേശുക്രിസ്തു ജനിക്കുമ്പോൾ യേശുവിന് ജനിക്കുവാൻ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. He was only put in a manger and covered in torn clothes. കീറത്തുണികളിൽ പൊതിഞ്ഞ് ഒരു കാലിത്തൊഴുത്തിലാണ് യേശു കുഞ്ഞിനെ അവർ കിടത്തിയത്. He had to be born in a place where the animals had been put to rest. മൃഗങ്ങളുടെ വിശ്രമ സ്ഥലമായ ഒരു കാലിത്തൊഴുത്തിൽ യേശുക്രിസ്തു ജനിക്കേണ്ടി വന്നു. A smelly place. വളരെയധികം ദുർഗന്ധമുള്ള സ്ഥലം. A place which was not at all clean. യാതൊരു ശുചിത്വവുമില്ലാത്ത വൃത്തികെട്ട സ്ഥലം. And he had to be held in torn clothes. കീറത്തുണികളിൽ പൊതിയപ്പെട്ടവനായി യേശുക്രിസ്തു അവിടെ കിടക്കേണ്ടി വന്നു. Jesus knows how you are suffering, unable to bring up your children.
കുഞ്ഞുങ്ങളെ നല്ലവണ്ണം വളർത്തി വലുതാക്കുവാൻ സാധിക്കാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് യേശുക്രിസ്തുവിന് അറിയാം. I know when you see your children with torn clothes, your heart is broken to pieces because you are not able to buy new clothes for your children. സ്വന്തം കുഞ്ഞുങ്ങൾ കീറിയ വസ്ത്രം ധരിച്ച് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുന്നു. കാരണം പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. Your heart is broken when you are unable to marry your daughter because you don't have money to marry her. വേണ്ടത്ര പണമില്ലാത്തതിനാൽ മകളുടെ വിവാഹം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്നു. Your heart is broken because you are unable to send your child to school because you don't have money to pay the fees. നല്ല സ്കൂളിലേക്ക് അയച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഫീസ് നൽകാൻ നിങ്ങളുടെ പക്കൽ പണമില്ല. Jesus knows. യേശുക്രിസ്തുവിനെ അതറിയാം. He was born like that. യേശു അതുപോലെയാണ് ജനിച്ചത്. His mother could not even afford clean clothes to hold him or cover him. യേശു ജനിച്ചപ്പോൾ യേശുവിനെ ചുറ്റുവാൻ നല്ല വൃത്തിയുള്ള ശീലകൾ വാങ്ങുവാൻ പോലും യേശുവിന്റെ അമ്മയ്ക്ക് സാധിച്ചില്ല. And when Jesus grew up യേശുക്രിസ്തു വളർന്നപ്പോൾ and he came into the ministry, ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ he cries in Luke 9:58. ലൂക്കോസ് 9:58 യേശുക്രിസ്തു നിലവിളിക്കുന്നത് നാം കാണുന്നു. The foxes have holes to go and rest. കുറുനരികൾക്ക് ഭൂമിയിൽ വസിക്കുവാൻ കുഴികളുണ്ട്, അവർക്കവിടെ വിശ്രമിക്കാം. And the birds have nests on the trees. പറവജാതിക്ക് മരങ്ങളിന്മേൽ കൂടുകളുണ്ട്. But I have no place to rest my head. I have no home of my own. എന്നാൽ മനുഷ്യപുത്രനായ എനിക്ക് തലചായ്പാൻ സ്ഥലമില്ല, എനിക്ക് സ്വന്തമായി ഭവനമില്ല. Jesus knows how you are crying because you don't have a home today. സ്വന്തമായൊരു ഭവനമില്ലാത്തത് നിമിത്തം നിങ്ങൾ കരയുന്നത് യേശുക്രിസ്തു അറിയുന്നു. Maybe you don't have money to pay your rent. ഒരുപക്ഷെ വാടക കൊടുക്കുവാൻ നിങ്ങളുടെ പക്കൽ പണം ഉണ്ടായിരിക്കില്ല. The people who have given you the house are asking you to vacate and get away. നിങ്ങൾക്ക് വീട് നൽകിയ വ്യക്തികൾ വീട് കാലിയാക്കി പോകുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. They are also suffering because you are not able to pay rent. നിങ്ങൾ വാടക കൊടുക്കാത്തതിനാൽ അവരും കഷ്ടപ്പെടുകയാണ്. Maybe you have got your house but you are not able to pay the debt back to the bank or the financier. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തം ഭവനം ലഭിച്ചിരിക്കും, എന്നാൽ പണം കടം നൽകിയവർക്ക് തിരികെ നൽകുവാനോ വായ്പ തിരിച്ചടയ്ക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം. And people who have given you money, നിങ്ങൾക്ക് പണം നൽകിയ വ്യക്തികൾ they are asking for the money but you don't know what to do. അവർ പണം തിരികെ ആവശ്യപ്പെടുന്നു, എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. Maybe you have lost your job. ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കും. Maybe you have been earning money but the money is disappearing. You don't know where it has gone. ഒരുപക്ഷെ നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. You don't have a place to rest. നിങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമില്ല. And you have been running away from people who have given you money. നിങ്ങൾക്ക് പണം കടമായി നൽകിയ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ്. Jesus knows that agony. യേശുക്രിസ്തുവിനെ ആ വേദന അറിയാം. He had no place in this world to call his own, no place to rest his head. He was living in the mountains, under the trees and so on. സ്വന്തം എന്ന് പറയുവാൻ തലചായ്ക്കുവാൻ യേശുവിന് ഭൂമിയിൽ സ്ഥലമില്ലായിരുന്നു. യേശു മരത്തണലിലും പർവ്വതങ്ങളിലുമാണ് ജീവിച്ചിരുന്നത്. And he said, യേശു പറഞ്ഞു, I am thirsty. എനിക്ക് ദാഹിക്കുന്നു, I am thirsty. എനിക്ക് ദാഹിക്കുന്നു. There was nobody to give him water. എന്നാൽ യേശുവിന് വെള്ളം നൽകുവാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. And on the cross he cried, I am thirsty. കാൽവറി ക്രൂശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശു നിലവിളിച്ചു. They gave him only bitter gall. എന്നാൽ അവർ യേശുവിന് കയ്പുനീരാണ് കൊടുത്തത്. He understands the bitterness of being hungry and thirsty. വിശപ്പിന്റെയും ദാഹത്തിന്റെയും കയ്പ് യേശുക്രിസ്തു മനസ്സിലാക്കുന്നു. In a particular family, ഒരിടത്ത് ഒരു കുടുംബത്തിൽ സംഭവിച്ചതാണിത്. one evening the father of the family came home. ഒരു ദിവസം വൈകുന്നേരം കുടുംബത്തിലെ പിതാവ് ഭവനത്തിലേക്ക് വന്നു. He had brought wonderful jalebis അദ്ദേഹം നല്ല മധുരമുള്ള ജിലേബി കൊണ്ടുവന്നിരുന്നു. and he gave the jalebi to his wife. അദ്ദേഹം അത് തന്റെ ഭാര്യയ്ക്ക് നൽകി. He gave the jalebi to his two darling children who were 10 years and 8 years old. 10 വയസ്സും 8 വയസ്സും പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ആ പിതാവ് ജിലേബി നൽകി. And he took a jalebi in his hands. അതിനുശേഷം അദ്ദേഹം ജിലേബി തന്റെ കയ്യിലെടുത്തു. And he said to his children, അദ്ദേഹം തന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, eat it, my darling children. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ഭക്ഷിക്കൂ. The children were so happy because after a long time they could have
jalebi to eat because they were hungry all the time. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ദീർഘകാലത്തിന് ശേഷമാണ് അവർ ജിലേബി തിന്നുന്നത്. The whole family had the jalebi. കുടുംബത്തിലെ എല്ലാവരും ജിലേബി തിന്നു. And in a few minutes, all of them were dead. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ എല്ലാവരും മരിച്ചു. The police came പോലീസ് വന്നു. and they found a note left by the father. ആ പിതാവ് എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെത്തി. I have taken lot of debts. ഞാൻ ധാരാളം പണം കടം വാങ്ങിയിട്ടുണ്ട്. I am not able to pay back the debts. എനിക്ക് കടം തിരികെ നൽകുവാൻ സാധിക്കുന്നില്ല. I can't see my family in the streets. എന്റെ കുടുംബം തെരുവിലാകുന്നത് കാണുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. I am adding poison to the sweet jalebi. അതുകൊണ്ട് ഈ മധുരമുള്ള ജിലേബിയിൽ ഞാൻ വിഷം കലർത്തിയിരിക്കുന്നു. Yes, I am killing my own children. അതെ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. And we all want to go away. ഞങ്ങൾ എല്ലാവരും മരിക്കുകയാണ്. Debts are killing. അതെ, കടഭാരം എന്നെ കൊന്നുകളയുന്നു. Yes, they all died. അതെ, അവർ എല്ലാവരും മരിച്ചു. It is terrible. അത് ഭയാനകമാണ്. But then എന്നാൽ Jesus understands യേശു ക്രിസ്തു മനസ്സിലാക്കുന്നു. and he says, യേശു പറയുന്നു, my children, എന്റെ കുഞ്ഞുങ്ങളെ, you need not die. നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. You need not die. നിങ്ങൾ മരിക്കേണ്ടി വരില്ല. I was dead on your behalf, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. but I am alive. ഞാൻ ഇന്നും ജീവിക്കുന്നു. Revelation 1:18. വെളിപ്പാട് 1:18. I have gone through poverty for your sake. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി. And Jesus says today, ഇന്ന് യേശു പറയുന്നു, come to me, my children, all you that labor and are heavy laden, I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. When Peter came into his house, പത്രോസ് അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ in Matthew 17:24 to മത്തായി 27, 17:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ so heartbroken because the tax collectors came to him and asked for tax. നികുതി പിരിക്കുന്നവർ പത്രോസിനെ സമീപിച്ച് നികുതി ചോദിച്ചപ്പോൾ അവന്റെ ഹൃദയം തകർന്നു. His heart was broken അവന്റെ ഹൃദയം തകർന്നുപോയി. because if he didn't pay the taxes, he and his wife and children maybe would have been put behind bars. എന്തുകൊണ്ടെന്നാൽ അവൻ ചുങ്കം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവനെയും ഭാര്യയെയും മക്കളെയും അവർ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ സാധ്യതയുണ്ട്. But when he came home, എന്നാൽ ഭവനത്തിലെത്തിയപ്പോൾ Jesus was sitting in his house. യേശു അവന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. Yes, my friend, when you give your heart to Jesus, he will be sitting in your house. അതെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് നൽകിയാൽ യേശു നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കും. Jesus told Peter, യേശു പത്രോസിനോട് പറഞ്ഞു, go to the sea കടലിലേക്ക് പോകാം, and cast a hook. ചൂണ്ടൽ ഇടുക, You will catch a fish നിനക്കൊരു മത്സ്യം ലഭിക്കും. and open the mouth of the fish. ആ മത്സ്യത്തിന്റെ വായ് തുറക്കുക, You will find a piece of money in the mouth of the fish. ആ മത്സ്യത്തിന്റെ വായിൽ ഒരു പണം ഇരിക്കുന്നത് നീ കാണും. And with that, pay taxes for yourself and for me also. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്ക എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. Peter went to the sea പത്രോസ് കടലിലേക്ക് പോയി. and he caught one fish, അവനൊരു മത്സ്യം ലഭിച്ചു. and there was a piece of money in the mouth of the fish. ആ മത്സ്യത്തിന്റെ വായിൽ ഒരു ദ്വിബ്രഹ്മ പണമുണ്ടായിരുന്നു. Yes, he will help you to pay all your bills, and also you will have money to give your offerings to Jesus. അതെ, എല്ലാ ബില്ലുകളും അടയ്ക്കുവാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. യേശുവിനായി സംഭാവന നൽകുവാൻ നിങ്ങളുടെ പക്കൽ പണം ബാക്കിയുണ്ടാകും. Bible says in 2 Corinthians 8:9, 2 കൊരിന്ത്യർ 8:9 വേദപുസ്തകം പറയുന്നു, though Jesus was so rich, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, he is so rich, full of riches in heaven, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, സ്വർഗീയ സമ്പന്നൻ. yet he became so poor when he came into the earth. എന്നിട്ടും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ യേശു പരമദരിദ്രനായിരുന്നു. To understand your agony നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുവാൻ, and to make you rich. നിങ്ങളെ സമ്പന്നരാക്കുവാൻ Today, ഇന്ന് give your heart and all your worries to Jesus. നിങ്ങളുടെ ഹൃദയവും സകല വിഷമങ്ങളും യേശുവിന് നൽകുവിൻ. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Shall we pray to him? നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. Lord Jesus, കർത്താവായ യേശുവേ, have mercy on your son, on your daughter, Lord. അങ്ങയുടെ പ്രിയപ്പെട്ട മകനോട് മകളോട് കരുണ തോന്നണമേ. How much they are suffering because of financial problems. സാമ്പത്തിക പ്രയാസങ്ങൾ നിമിത്തം അവർ എത്രമാത്രം കഷ്ടങ്ങൾ സഹിക്കുന്നു. They need not go anywhere.
അവർ ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. They have come to you, Lord Jesus. അവർ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. Lord Jesus, bless their salary. യേശുവേ, അവരുടെ ശമ്പളത്തെ അനുഗ്രഹിക്കണമേ. Bless their income. അവരുടെ വരുമാനത്തെ അനുഗ്രഹിക്കണമേ. Bless their job. ജോലിയെ അനുഗ്രഹിക്കണമേ. Let it multiply. അത് വർദ്ധിച്ച് പെരുകട്ടെ. Multiply. പെരുകട്ടെ. Let the money that they have in their hands multiply by the power of God. അവരുടെ കരങ്ങളിലുള്ള പണം യേശുവിന്റെ ശക്തിയാൽ വർദ്ധിച്ച് പെരുകട്ടെ. Let the savings multiply. സമ്പാദ്യം വർദ്ധിച്ച് പെരുകട്ടെ. Let whatever they are doing in their job and business multiply and bring more returns. അവർ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും വർദ്ധിച്ച് പെരുകട്ടെ, കൂടുതൽ പ്രതിഫലം നൽകട്ടെ. Today let it begin to happen in Jesus. ഇന്ന് തന്നെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുവാൻ തുടങ്ങട്ടെ. Every obstacle for their land to be sold, property to be sold, and their jobs to be blessed, I remove that obstacle in Jesus. അവരുടെ സ്ഥലം അല്ലെങ്കിൽ വസ്തു വിൽപ്പനയാകുന്നതിനും അവർ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുന്നതിനും വിഘാതമായി നിൽക്കുന്ന സകല ബന്ധനങ്ങളെയും ഞാൻ അകറ്റുന്നു. And I release God's blessings into their life. അവരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ ഞാൻ തുറന്നുവിടുന്നു. My friend, open your heart and praise the Lord, because the days of deaths are over for you today. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ഹൃദയം തുറക്കൂ, യേശുവിനെ സ്തുതിക്കൂ. കടഭാരത്തിന്റെ ദിനങ്ങൾ ജീവിതത്തിൽ നിന്ന് ഇന്ന് അകന്നു പോകുന്നു. Thank you, Jesus, for your doing miracles for your people. അങ്ങയുടെ മക്കൾക്ക് അത്ഭുതം പ്രവർത്തിച്ചതിന് യേശുവേ നന്ദി. From today, whatever they do will prosper. ഇന്നു മുതൽ അവർ ചെയ്യുന്നതെല്ലാം സമൃദ്ധി പ്രാപിക്കട്ടെ. You are blessing them. അങ്ങ് അവരെ അനുഗ്രഹിക്കുന്നു. You are blessing them. അങ്ങ് അവരെ അനുഗ്രഹിക്കുന്നു. You are blessing them. അനുഗ്രഹിക്കുന്നു. Give you all the glory. സകല മഹത്വവും അങ്ങേക്ക്. No more loss. ഇനി നഷ്ടങ്ങളില്ല, Only prosperity സമൃദ്ധി മാത്രം, and blessing. അനുഗ്രഹങ്ങൾ മാത്രം. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക്. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Dear P.V. Aaron from Trivandrum, Kerala, may the Lord bless you abundantly for your faithfulness for bringing this program to bless millions of people through your offering. ഈ പരിപാടിയിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലുവാൻ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട PV ആരൻ, ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. May the Lord strengthen you and heal you according to Jeremiah 30:17. And may he honor you according to Isaiah 49:5. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 30:17 കാണുന്ന ഈ വചനപ്രകാരം ദൈവം നിന്നെ ശക്തീകരിക്കട്ടെ, നിനക്ക് പൂർണ്ണ സൗഖ്യം നൽകട്ടെ. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. യെശയ്യാവ് 49:5. ഈ വചനപ്രകാരം ദൈവം നിന്നെ മാനിക്കട്ടെ. Father, I pray that you will be pleased to heal your son in Jesus' name. പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മകന് അങ്ങ് പൂർണ്ണ സൗഖ്യം നൽകണമേ. Lord, give him complete healing, good health, wisdom and great success in his studies. ദൈവമേ, അവന് സമ്പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ആരോഗ്യവും ദൈവീക ജ്ഞാനവും പഠനത്തിൽ മഹത്തായ വിജയവും നൽകണമേ. Bless our brother Prasanna Kumar and give him a new heart by the power of the Holy Spirit. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രസന്നകുമാറിനെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുതിയൊരു ഹൃദയം നൽകണമേ. Bless Sister Veena and heal the thyroid. Take it away, Lord. സഹോദരി വീണയെ അനുഗ്രഹിക്കണമേ. അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ. തൈറോയിഡ് എടുത്തു മാറ്റണമേ. Bless dear Alan and give him admission in the ICSC in the name of Jesus by your mighty power, and give him a very prosperous future, Lord. No worries. ദൈവമേ, ആലനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അതുല്യമായ ശക്തിയാൽ അവന് ICSE സിലബസിൽ അഡ്മിഷനും ഐശ്വര്യസമൃദ്ധമായ ഭാവി ജീവിതവും നൽകണമേ. In Jesus' name, Amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Dear Mrs. Lalita Mohan from Thane, Maharashtra, dear sister, thank you for your thank offering. May it be a blessing to millions of people as we bring this program in honor of God. Thanking you. ദൈവത്തെ ആദരിച്ചുകൊണ്ട് ഈ പരിപാടിയിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലുവാൻ ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട സഹോദരി ലളിത മോഹൻ, നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. May the Lord's blessing come upon you according to Ezra 8:22. എസ്ര 8:22 പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ചുരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കുന്നു.
Father, let your hand be upon your children, Sister Lalita and Brother Mohan. പിതാവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ലളിതയുടെയും മോഹന്റെയും മേൽ അങ്ങയുടെ കരം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. Honor them as a family and give them a golden future. Nothing shall be lacking in their lives. ദൈവമേ, അവരെ കുടുംബസമേതം മാനിക്കണമേ. അവർക്ക് ശോഭനമായ ഭാവി ജീവിതം നൽകണമേ. അവർക്ക് യാതൊന്നിനും കുറവുണ്ടാകരുത്. Please bless your children, Manoj and Laimi, and give them a better job and wonderful life partners in Jesus' name. Do miracles in their lives. ദൈവമേ, നല്ല ജോലികൾ നൽകി മനോജിനെയും ലൈമിയെയും അനുഗ്രഹിക്കണമേ. അവർക്ക് രണ്ടുപേർക്കും അനുയോജ്യരായ ജീവിത പങ്കാളികളെ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. And let these blessings come in search of them from you, Lord. ദൈവമേ, അങ്ങിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ തേടി വരട്ടെ. In Jesus' name. Amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. Dear brother B. Rohit Anandan from Wayanad, Kerala, we are so thankful to God for giving you the BE seat, and that's why you have given this thank offering to bring this program to bless millions of people. പ്രിയപ്പെട്ട സഹോദരൻ രോഹിത് ആനന്ദൻ, നിങ്ങൾക്ക് BE കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചതിന് നന്ദി സൂചകമായി ഈ പരിപാടിയിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പകരുവാൻ ഞങ്ങളെ സഹായിച്ച നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for your thank offering, and we praise God for opening your heart to bless millions through this program and this ministry. ഈ പരിപാടിയിലൂടെ ഈ ദൈവവേലയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം തുറന്ന ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. May the Lord bless you according to Esther 8:16, giving you happiness, joy, gladness and honor all the days of your life. എസ്തർ 8:16 പ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. Father, give him these 4 blessings, Lord, all the days of his life. പിതാവേ, ജീവിതകാലം മുഴുവനും ഈ 4 അനുഗ്രഹങ്ങളും ഈ പ്രിയപ്പെട്ട മകന് നൽകണമേ. And Father, bless the Parambattu travels of dear Father, Brother Rajan Babu, and prosper the business, Lord. പിതാവേ, പ്രിയപ്പെട്ട സഹോദരൻ രാജൻ ബാബുവിന്റെ പറമ്പത്തൂർ ട്രാവൽസിനെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. Bless your mother, Mrs. Jaya, and bless her job abundantly. ദൈവമേ, പ്രിയപ്പെട്ട അമ്മ ജയയെ അനുഗ്രഹിക്കണമേ. അവർ ജോലിയിൽ അനുഗ്രഹീതയാകട്ടെ. Bless Hrithwik with wisdom and a golden future. ദൈവിക ജ്ഞാനവും ശോഭനമായ ഭാവിയും നൽകി ഹൃദ്വിക്കിനെ അനുഗ്രഹിക്കണമേ. In Jesus' name. Amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, 72 രാജാജി സാലൈ, പാരീസ്, ചെന്നൈ 600001. ഫോൺ 04425600600. വെബ്സൈറ്റ് www.jesuscalls.org. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.